ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന മിക്ക ആൾക്കാരും പറയുന്നത് ദ യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ യൂണിവേഴ്സിനെ നമുക്ക് ഈക്വലി ഗോഡായിട്ടും റെപ്രസെൻ്റ് ചെയ്യാം, റൈറ്റ്? ദൈവം അല്ലെങ്കിൽ ദൈവമാണ് യൂണിവേഴ്സ് എന്ന് നമുക്ക് പറയാം. എന്നാലും ചോദിക്കുന്നു, എന്താണ് യൂണിവേഴ്സ്? അല്ലെങ്കിൽ ആരാണ് യൂണിവേഴ്സ്? പ്രപഞ്ചം എന്താണ്? എവിടെയാണ് പ്രപഞ്ചം? ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു കൂട്ടായ ഊർജമാണ്. ഞാൻ ചോദിക്കുകയാണ്, പ്രപഞ്ചവും നിങ്ങളുമായിട്ട് നോക്കുകയാണെങ്കിൽ ആരായിരിക്കും ശക്തൻ? പ്രപഞ്ചമാണോ ശക്തൻ, അതോ നിങ്ങളാണോ ശക്തൻ? അപ്പോൾ പറയും, ഈ കാണുന്ന പ്രപഞ്ചത്തിനകത്തുള്ള എല്ലാം നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ സൃഷ്ടിച്ചതാണ്, അല്ലേ? പ്രപഞ്ചമൊന്നും സൃഷ്ടിക്കുന്നില്ല എന്ന് പറയും. പ്രപഞ്ചം അവിടെ ഉണ്ട്, പക്ഷേ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം നിർമ്മിച്ചത് നമ്മളാണെന്ന് പറയും. അപ്പോൾ ശക്തൻ നമ്മളല്ലേ, അതോ പ്രപഞ്ചമാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കമൻറ്റ് ചെയ്യൂ ഏതാ ശക്തനാണെന്ന്. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ ചെറിയൊരു അപ്ഡേഷൻ അറിയിക്കാനുണ്ട്. നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അവിടെ എന്നും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിലൂടെ ചോദിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുകയാണ്. ഇറ്റ്സ് എ ലോട്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടായി, പ്രപഞ്ചമാണോ ശക്തൻ, അതോ നമ്മളാണോ ശക്തൻ? അതോ ഈ പ്രപഞ്ചത്തിലെ പ്രപഞ്ചവും നമ്മളുമായിട്ട് എന്തെങ്കിലും ഡീലിംഗ് ഉണ്ടോ? 50% പ്രപഞ്ചവും 50% നമ്മളും ആണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രപഞ്ചത്തിൽ. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് അതിൻ്റെ സമയമാകുമ്പം പ്രകൃതി ആ കാര്യങ്ങൾ ചെയ്യും. ബിക്കോസ് ഈ പ്രപഞ്ചത്തിൽ ഒരു ബാലൻസിങ് അത്യാവശ്യമാണ്. എല്ലാം ബാലൻസിങ്ങിൽ പോകണം. യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ശക്തനായിട്ടുള്ള ഒരു ഊർജമാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഭൂമിയിൽ നിന്നും പൂർണ്ണമായിട്ട് നമ്മൾ തൂത്തു മാറ്റപ്പെടും. അത്രത്തോളം ശക്തനാണ്. പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള ചലഞ്ചസ് നമ്മുടെ മുന്നിൽ വരാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു കാരണത്താൽ നമ്മളെ ദൈവത്തെയോ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോ നമ്മളെപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. ബ്ലെയിമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ, മറ്റു ആൾക്കാരെല്ലാം നല്ല സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നു, എപ്പോഴും എനിക്ക് മാത്രം ദുഃഖം, കരച്ചിൽ, സങ്കടം, വൈ എന്നെ മാത്രം എന്താ ഇങ്ങനെ? ഒരിക്കലും ആ പ്രപഞ്ചത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോരാടാൻ പോകരുത്. ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. എപ്പോഴും ചെയ്യേണ്ടത് ആ പ്രപഞ്ചത്തിനോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുക എന്നതാണ് വേണ്ടത്. ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള എനർജി സോഴ്സിനകത്ത് നിന്നും നമുക്ക് നമ്മുടെ എന്താണോ ആഗ്രഹം, എത്ര വലിയ ആഗ്രഹം ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ആ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ നമ്മൾ ഹയറിലേക്ക് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് വൈബ്രേഷൻ ഫ്രീക്വൻസിയുടെ ഇമ്പോർട്ടൻസ് എത്രയാണ്. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തുവോ ആ ഒരു വ്യക്തിയുടെ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ എപ്പോഴാണോ ഹയറിലേക്ക് എത്തുന്നത്, അപ്പം മാത്രമായിരിക്കും നമ്മൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മളിലേക്ക് അട്രാക്റ്റ് ആകുന്നത്. മനസ്സിലാക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്ര വേഗത്തിൽ നിങ്ങൾ എത്താനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുവോ അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ചലഞ്ചസ് നിങ്ങൾ നേരിടേണ്ടി വരും. പല തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്ന് നമ്മൾ നോക്കുമ്പം പകുതി വഴിയിലെത്തുമ്പോഴേക്കും ആ ഒരു വാതിൽ അടയ്ക്കുന്നത് അല്ലെങ്കിൽ അടഞ്ഞിടപ്പുണ്ടാവും. അപ്പോൾ സാധാരണക്കാരനെന്ന നിലയിൽ നമ്മൾ പറയുന്നതാ, ഇവിടെയും എനിക്ക് തടസ്സങ്ങളാണല്ലോ, ഇവിടെയും പ്രശ്നങ്ങളാണല്ലോ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന തരത്തിലുള്ള ഫീലിങ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ട് നമ്മൾ ബ്ലെയിം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരിക്കലും അടുത്ത വാതിൽ തുറക്കത്തില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സാധാരണക്കാരനല്ല, അസാധാരണക്കാരനാണ്. അവിടെ നമ്മൾ തോട്ടിലൂടെ കൊടുക്കേണ്ടത്, ഫീലിങ്സ് ഇമോഷൻസ് കൊടുക്കേണ്ടത്, മുകളിലേക്ക് നോക്കുക, ആ പ്രപഞ്ചത്തിനോട് താങ്ക് യു സോ മച്ച്, നന്ദി പറയുക. എന്തിനാ? പ്രപഞ്ചത്തിനറിയാം പ്രപഞ്ചം എന്ന് പറയുന്നത് നിങ്ങളുടെ സാധാരണ ഒരു പാരൻ്റ് അല്ല, സാധാരണ ഒരു രക്ഷകർത്താവല്ല, ലവിങ് പാരൻ്റ് ആണ്. ഏറ്റവും സ്നേഹവും അനുകമ്പയും ഉള്ള ഒരു ആ എനർജി ലെവൽ നിൽക്കുന്ന, എനിക്കറിയില്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന്. സോ അത്രയും സ്നേഹത്താൽ നിൽക്കുന്ന ഒരു പാരൻ്റാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ആ പാരൻറ്റിൻ്റെ കുഞ്ഞെന്ന നിലയിൽ
നമ്മൾ പോകുമ്പോൾ അതിലൂടെ പോകുമ്പം അതിൽ നമുക്ക് ഒരുപാട് വേദനകൾ അല്ലെങ്കിൽ ഇവൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല അവിടെ ലഭിക്കാൻ പോകുന്നുവെന്ന് പ്രപഞ്ചം നമുക്ക് കാണിച്ചു തരുന്നതാ. ഇതുവഴി പോകരുത് മോനെ, ഇതുവഴി പോകുമ്പോൾ നിനക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ടാവും, അല്ലെങ്കിൽ നിൻ്റെ ആഗ്രഹം സഫലമാകില്ല എന്ന് കാണിച്ചു തരുന്നതാണ് ആ വാതിലടയുന്നത്. പക്ഷെ അപ്പോൾ ആ സമയത്ത് നമ്മൾ താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാളും മികച്ച വാതിലുകൾ തുറക്കും. അവിടെയാണ് നമ്മൾ സാധാരണക്കാരൻ ചിന്തിക്കുന്നതും അസാധാരണക്കാരൻ ചിന്തിക്കുന്നത്. എന്താ, ഒരു വാതിലടഞ്ഞപ്പോഴും താങ്ക് യു പറയാനായിട്ടുള്ള മനസ്സ്, എനിക്ക് അനുകൂലമായിട്ടുള്ള വേ അല്ലാതെ എനിക്ക് അനുകൂലമായിട്ടുള്ള വഴി അപ്പുറത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ഓരോ സമയത്തും ആ ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സും ശക്തിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ സെക്കൻഡിലും. അങ്ങനെ ആണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എത്രമാത്രം ഫീലിങ്സ് ഇമോഷൻസ് കൊടുക്കുന്നുവോ അതാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നല്ലപോലെ അറിയാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ആകണമെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ ആ ചലഞ്ചിൽ പോലും നിങ്ങളുടെ ഒരു ആഗ്രഹം അത് സഫലമായി, അതിൽ ഞാൻ എത്തിക്കഴിഞ്ഞു, അതിലാണ് ഞാൻ ജീവിക്കുന്നത്, അതിലാണ് ഞാൻ ഇപ്പോൾ സന്തോഷം കണ്ടെത്തുന്നത്, ആ തരത്തിലുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ചലഞ്ചിൽ പോലും നിങ്ങൾ കൊടുക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഉറപ്പായും നടക്കും. അതുകൊണ്ടാണ് പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ആഗ്രഹം അത്രമാത്രം തീവ്രതയുള്ളതാണ് എങ്കിൽ പ്രപഞ്ചം വരെ ഗൂഢാലോചന ചെയ്യുമെന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസിയും അതുപോലെ നിങ്ങളുടെ അലൈൻമെൻറ്റും എല്ലാം ഓക്കെ ആയി, കറക്റ്റാണ്. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല എങ്കിൽ സീരിയസ്ലി പറയുന്നു, ഇത് വീണ്ടും പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ല, അസാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കുക, അത് നിങ്ങൾക്കുള്ളതല്ല. ഒരു പക്ഷേ അത് നിങ്ങൾ വീണ്ടും അതിനു വേണ്ടി കുറച്ചും കൂടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് കഠിനാധ്വാനം കുറച്ചുകൂടി ചെയ്യുകയാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. മനസ്സിലാക്കുക, രണ്ടും നടന്നാലും, അതായത് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നു, യു ആർ സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല, അവിടെയും യു ഹാവ് ടു ബി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. രണ്ടിലും സന്തോഷം കണ്ടെത്തണം. അവിടെയാണ് യഥാർത്ഥ ഒരു ഗ്രേറ്റ്ഫുള്ളിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസ്മെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയണം. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദോസ് ഹു ആർ ബിലീവ് ഇൻ മിറാക്കിൾസ്, ആരാണോ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നത് അവർക്കൊക്കെ ബ്ലെസ്സിങ്സ്, മിറാക്കിൾസ് ഉണ്ടാവും. സോ ഗോഡ് ബ്ലെസ് യു. ദൈവം, പ്രപഞ്ചം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയാണ്. സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക, മറ്റുള്ള ആൾക്കാരെ സഹായിക്കാനൊക്കെ നോക്കുക. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം ഉണ്ടാവട്ടെ. താങ്ക് യു.